God! Hello guys! Welcome to my YouTube channel! Hey! Guys, നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് പമ്പിൽ. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന അലീന ഹായ് ഹായ് സേ ഹായ് ഹായ്. എല്ലാരും ഉണ്ട് ഇവിടെ. കടപ്പാണല്ലോ. ഗുഡ് മോർണിംഗ് ബിഗ് ബോസ്. നമ്മൾ കൊടൈക്കനാൽ എത്തിയിരിക്കുന്നു. നമ്മൾ ചുരൻ കയറിയിരിക്കുന്നു. ഈ ഇതേപോലെ ഇതിനെക്കാളും വലിയ മല നമ്മളിപ്പോ കയറി എത്തിയിരിക്കുന്നത്. സോ ഗൈസ്, നമ്മൾ ഗുണാവൊക്കെ നിൽക്കുകയാണ്. ഇവിടെ ഭയങ്കര കുരങ്ങന്റെ ശല്യം. അലീന ഇന്ന് കുരങ്ങനെ നോക്കി പിടിച്ചിട്ട് പോയില്ല, പോവാൻ പോയി. അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങുന്നതാണ്. നമ്മൾ പിള്ളേരൊക്കെ സോ ഗൈസ്, നമ്മൾ രണ്ടുപേരും സെയിം ക്ലാസ് ഒക്കെ വാങ്ങിച്ചു. നമ്മുടെ ഡ്രസ്സും ഭയങ്കര മാച്ചിങ് ആണ്. എനിക്കാണ്, ഞാൻ ഇത്ര നേരം ബൂട്ടിട്ടുകൊണ്ട് വന്ന് എൻ്റെ കാല് പഴുത്തു. ആണ് ഞാൻ സാധാരണ ചെരുപ്പിട്ടുകൊണ്ടാണ്. ഇവിടെ ഇത് ചെയ്ത കോക്കോസ് ബോക്കിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഇവിടെ കുറച്ച് സാധനമൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. 30 രൂപയ്ക്ക് കമ്മൽ, അങ്ങനെ. പക്ഷേ ചിലർ ഭയങ്കര വില. പക്ഷെ നമ്മുടെ എന്തില്ല, ചില്ലറയില്ല. ക്യാഷ് ഇല്ല, ഉണ്ട് ക്യാഷ് അത്യാവശ്യം ഉണ്ട്, പക്ഷെ ചില്ലറയില്ല. ഇപ്പൊ ഇനി ക്യാഷ് ഇവിടെ തീർക്കാം, പിന്നെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ തീർക്കാൻ കാണില്ല. ആണ് നമ്മുടെ അവസ്ഥ. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് സൺഗ്ലാസ് വെളിയിലെടുത്തിട്ട് ഫംഗ്ഷൻ. നമ്മൾ ഗുണ കേവിൽ ചെന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ കുരങ്ങൻ്റെ ആക്രമണം. അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതെ, എങ്ങനെയാണെങ്കിൽ കുരങ്ങനെ കൊണ്ടുപോയി തീർന്നു. ബാഗും പൊത്തിപ്പിടിച്ച് എങ്ങനെയെങ്കിലും നമ്മൾ ആ ഗുണ കേവിൽ നിന്ന് ഇറങ്ങാനായിട്ടായിരുന്നു നോക്കിയത്. ഭയങ്കര മഞ്ഞ. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ആഡ് ചെയ്തതായിരിക്കും. ഇനി കുറേ ടീഷർട്ടൊക്കെ കിടക്കുന്നു, നമുക്ക് അതിൽ പോയി നോക്കാം. അലീനെ ഒരു കടയും വിടാതെ നോക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശം? നോക്കാം, അല്ലേ ചോദിക്കാം. ക്യൂട്ടി പൈസ് താണ്ടി ഇവിടെ നല്ല ആൻഡി
ആന്റി ഇതെത്ര? സ്റ്റാർട്ട്. അതെ അതെ. ഓ ചെറിയ ഭാവിക്കും. നമ്മളെന്ത് ചെയ്യും? അടുത്ത കടയിലും എത്തി. നിങ്ങളല്ലേ അവിടെ നിന്ന് ഡ്രസ് നോക്കിക്കൊണ്ട് വീഡിയോ എടുത്തിപ്പോ വീണ്. ഇവിടെ ഇനി എന്ത് നോക്കാൻ പോന്നേ? എന്റെ യൂട്യൂബ് ബ്ലോഗാണ്. ഹായ്. ഗൈസ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അലീന ഇതെനിക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. ഇത് വേണോ അതോ ഇതാണോ നല്ലത്? വീണ്ടും നിങ്ങളോ? നിങ്ങളെന്താ എല്ലാ കടയിലും സെർച്ച് ചെയ്യൂ. എടി ഞാനിതൊന്ന് എടുത്തോട്ട്. ഓക്കെ ഗുഡ്, നോട്ട് ബാഡ്. ഇതാരാ? ഇതാർക്കാ? ഇതാർക്കാ? ഇതേത് സ്ഥലം അതറിഞ്ഞൂടാ. ഇതാണ് ഗൈസ് ഞാൻ പർച്ചേസ് ചെയ്തത്. 100 rupees. ഇത് ഞാൻ മിക്കവാറും ഇത് എനിക്കായിരിക്കില്ല എടുക്കുന്നത്, വേറൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യും. ഞാൻ ഇതാണ് ഗൈസ് നമ്മുടെ ഹേമ ടീച്ചർ. ഹേമ ടീച്ചർ സുഖല്ലേ? ഇത് അതെ എന്റെ സബ്സ്ക്രൈബർ ആണ്. ഗൈസ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ നോക്കി നോക്കി ഒരു കടയിൽ കയറി പെട്ടുപോയെന്നല്ല അമ്മാമ്മ പറഞ്ഞു, മോളെ നോക്ക് മോളെ മോളെ നല്ല ചിരിച്ചുകൊണ്ടൊക്കെ പറയുമ്പോൾ നമ്മള് വീഴും. പക്ഷെ വീഴരുത്. എന്നിട്ട് അവരുടെ തന്ത്രമാണ്, തല്ലങ്ങണി മന്ത്രങ്ങൾ, സംതിങ് ലൈക്ക് ദാറ്റ്. അലീന ആന്റി ഗൈസ് എപ്പടി ഇരിക്കുത്? ഇത് എനിക്ക് അപ്പുവിന്റെ ദേഹത്ത് കയറുമ്പോൾ ഒരെണ്ണം വേണമെന്ന് ആഗ്രഹമായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പുവിന്റെ പുറത്ത് കയറുമ്പോൾ ഇട്ടിട്ട് കയറാൻ. ഞാൻ ഒഴിച്ച് ഇവിടെ എല്ലാരും ഇത് വെച്ചു. സോ ഗൈസ് നമ്മൾ അവിടുത്തെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ലേക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതൊക്കെ കണ്ട് നോക്കി വാങ്ങി പോകുന്നതാണ്. ഇവിടെ ഭയങ്കര വിലയാണ് ഗൈസ്. ഇതൊക്കെ നമ്മളെ അപ്പുവിൻ്റെ ഫ്രണ്ട്സ് ആണ്. ഇവനെ കണ്ടവർക്ക് അപ്പുവിൻ്റെ മാമനെ പോലെ തോന്നുന്നു. ആണോടെ? എന്റെ മുടി മൊത്തം കുളവായി. നമ്മൾ നടന്ന് അങ്ങനെ ലേക്ക് എത്തിയിരിക്കുന്നു. കുറെ ചുറ്റാനുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി ഉണ്ടായത്. നമ്മൾ അരമണിക്കൂർ ഇവിടെ കിടന്ന് ചുറ്റി, പിന്നെയാണ് കണ്ടുപിടിച്ചത്. സോ
ഗൈസ് നമുക്ക് ബോട്ടിങ്ങിനൊക്കെ കയറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് പറയാനാ, സമയമില്ല. നമ്മൾ 6 മണിയാകുമ്പോൾ അവിടെ പോവുക, ക്യാമ്പ് ഫയർ, പിന്നെ റൂമിൽ പോവുക, ഉറങ്ങുക. അങ്ങനെയാണ് നമ്മുടെ ഇപ്പം ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് പേര് ഇപ്പോൾ സൈക്കിളിൽ കറങ്ങുന്നുണ്ട്. സൈക്കിൾ ഓ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ചെറിയൊരു പ്രശ്നം പറ്റിപ്പോയി. നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, നടന്ന് കുറേ നടന്നു. ബാക്കി പറഞ്ഞു നമ്മള് ഒരു ചേട്ടനടുത്ത് ചോദിച്ചു ഇങ്ങനെ പോയാ അവിടെ കേറി എടുത്തെത്തുമെന്ന്. ചേട്ടൻ പറഞ്ഞു എത്തുമെന്ന്. സൈക്കിൾ ഓടിച്ചോണ്ട് പോകുന്ന ചേട്ടനായിരുന്നു. സൈക്കിൾ ഓടിച്ചു പോകുന്ന ചേട്ടൻ ഞങ്ങൾ വിശ്വസിച്ചു. എന്നാലും നടന്നു വരുന്ന ചേട്ടനോട് ചോദിച്ചു. അപ്പൊ ആ ചുറ്റിനും പറഞ്ഞ് നടന്ന് അവിടെ എത്തും. ആരും ദൂരം പറഞ്ഞില്ല. നമ്മളിതാണ്ട് അവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ കറങ്ങി അവിടെ എത്തുക. കിനാവിൻ വിമാനം കരയേറിയൊരു ദിനം, ഇളമുളം കാട്ടിലെ നീറുകൾ